വചനമൊഴി ജനുവരി 16. വചനഭാഗം ഗലാത്തി 1:11-24, യോഹന്നാന്റെ സുവിശേഷം 21:15-19. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ദനഹാകാലം 2-ാം വെള്ളിയാഴ്ച നമ്മുടെ സഭയിൽ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. ദനഹാകാലത്തെ ഓരോ വെള്ളിയാഴ്ചകളും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് ജീവൻ സമർപ്പിച്ച രക്തസാക്ഷികളെ പ്രധാനമായിട്ട് അനുസ്മരിക്കുന്ന വെള്ളിയാഴ്ചകളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്നാപക യോഹന്നാനെ നാം അനുസ്മരിച്ചിരുന്നു. ഇന്ന് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ്. സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഉത്തിതനായ മിശിഹ പത്രോസിന് നൽകുന്ന ദൗത്യമാണ്. പത്രോസിനോട് ഈശോ ചോദിക്കുന്ന ചോദ്യം അഗാപ്പാസ് മേ പ്ലേയോൺ തൂത്തോൺ. അഗാപ്പാസ് മേ പ്ലേയോൺ തൂത്തോൺ എന്ന വചനം രണ്ട് രീതിയിൽ വിവർത്തനം ചെയ്യാം. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നോ? നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം നൽകുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ശിഷ്യത്വം. എല്ലാ വ്യക്തിബന്ധങ്ങളെക്കാൾ അധികമായി ഈശോയോടുള്ള സ്നേഹം, വ്യക്തിബന്ധങ്ങളെ ഈശോയോട് ചേർത്ത് നിർത്തി വ്യക്തികളെ സ്നേഹിക്കുന്ന അവസ്ഥ. രണ്ടാമതായി ഈ വചനം നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഈ ചോദ്യം വിവർത്തനം ചെയ്യാം. അതായത് എല്ലാ വസ്തുക്കളെക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുക, ഈശോയെ സ്നേഹിക്കുക. അനുഗമിക്കുന്ന ശിഷ്യന്മാർക്ക്, പ്രത്യേകമായി ഈശോയുടെ ശിഷ്യത്വത്തിന് നേതൃത്വം നൽകുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട രണ്ട് മനോഭാവമാണ് എല്ലാ വ്യക്തിബന്ധങ്ങളെക്കാൾ അധികമായി, എല്ലാ ഭൗതിക വസ്തുക്കളെക്കാൾ അധികമായി ഈശോയെ സ്നേഹിക്കുന്നവരായി മാറുക. എല്ലാ ഭൗതിക വസ്തുക്കളും വ്യക്തിബന്ധങ്ങളും ഈശോയുടെ ദർശനങ്ങളിലൂടെ കാണുക എന്നുള്ളത്. പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നാം ശ്രവിച്ചതും ശ്ലീഹയാകുവാനുള്ള വിളിയുടെ അനന്യതയെക്കുറിച്ചാണ്. ശ്ലീഹ ആകുവാനുള്ള വിളി ലഭിച്ച പൗലോസ് ആ വിളിക്കനുസരിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്നു. ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഓരോരുത്തരും തങ്ങളുടെ വിളിയോട് വിശ്വസ്തത പുലർത്തി എല്ലാ വസ്തുക്കളെക്കാൾ അധികമായി, എല്ലാ വ്യക്തിബന്ധങ്ങളെക്കാൾ അധികമായി ദൈവമഹത്വത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തെ നയിക്കണമെന്ന് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പത്രോസ് പൗലോസ് സ്ലീഹന്മാർ തങ്ങളുടെ ജീവിതം മിശിഹായ്ക്ക് വേണ്ടി സമർപ്പിച്ചതുപോലെ നാം ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഭൗതിക വസ്തുക്കളെക്കാൾ, സ്ഥാനമാനങ്ങളെക്കാൾ, വ്യക്തിബന്ധങ്ങളെക്കാൾ അധികമായി ദൈവത്തിന് ഒന്നാം സ്ഥാനം, ദൈവിക മൂല്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.